സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പരിശോധിച്ചാൽ വളരെ വ്യക്തമായി തന്നെ സമൂഹത്തെ വിഭജിക്കാനും ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനും ശ്രമിക്കുന്നതാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗം എടുത്താലും അത് കാണാൻ കഴിയും. മാറാട് കലാപം പോലെയുള്ള കലാപങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ച് അവിടെ ഉണ്ടായ മുറിവിൽ വീണ്ടും മുളക് തേൽക്കുന്ന സമീപനമാണ് കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പുരോഗമന കേരളത്തിന് ഗുണകരമാണോ എന്നെല്ലാവരും ആലോചിക്കണം. ഇവിടെ മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. ആ മതേതരത്വത്തെ ദുർബലപ്പെടുത്തുന്ന നിലയിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മന്ത്രിമാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ ആപൽക്കരമായ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത്. അദ്ദേഹം കാസർകോട്ടെയും മലപ്പുറത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം എനിക്കത് ആവർത്തിക്കാൻ പോലും കഴിയില്ല. എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM-ൻ്റെ ഒരു അജണ്ടയാണ് വർഗീയ ധ്രുവീകരണം, വർഗീയത ആളിക്കത്തിക്കുക. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ കാണുന്നത്. അതാണ് അതേ തുടർന്ന് സജി ചെറിയാൻ നടത്തിയ പ്രസംഗം. ഇന്ന് സജി ചെറിയാൻ തിരുത്തി പറയാൻ ശ്രമിച്ചപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞത്. അത് CPM-ൻ്റെ ഒരു അജണ്ടയാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ്. വിവിധ സമൂഹങ്ങളെയും മതങ്ങളെയും മതവിശ്വാസികളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഈ കേരളത്തിൽ ഇന്ന് പൂർണ്ണമായും മതപരമായി ഭിന്നിപ്പിക്കുക, വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക എന്നുള്ളതാണ് CPM-ൻ്റെ അജണ്ട. നിങ്ങൾ എനിക്ക് തോക്കിക്കയറി വെടിവെക്കാതെ വർഗരാഷ്ട്രീയം അല്ലെങ്കിൽ വർഗപരമായ ആ രാഷ്ട്രീയം വിട്ടുകൊണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയത്തെ പുൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിൽ ഓരോ രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന് വരെ പറഞ്ഞ AK ബാലനെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു. പാർട്ടി സെക്രട്ടറി ഒരു തവണ തള്ളി പറഞ്ഞു. പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ സ്വരം പോലും കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ CPM ബോധപൂർവമായി ശ്രമിക്കുകയാണ്. അതിനെതിരെ നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കണം. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതിൽ ഞാൻ പറയട്ടെ, NSS SNDP ഒക്കെ യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവരൊക്കെ യോജിച്ചു പോകണമെന്ന് തന്നെയാണ് എൻ്റെ എന്നത്തെ അഭിപ്രായം. എല്ലാ മതസംഘടനകളും യോജിച്ചു പോകുന്നത് നല്ല കാര്യമാണ്. യോജിപ്പോടുകൂടി പോകുന്നത് നല്ലതാണ്. അവരെന്നും വഴക്കടിക്കണമെന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ? അവർ യോജിച്ചു പോവുകയാണെങ്കിൽ നല്ലതാണ്, അവർ യോജിച്ചു പോട്ടെ. എല്ലാ മതവിഭാഗങ്ങളും യോജിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത്. മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ തർക്കം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSS-ൻ്റെ SNDP-യുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പാരമ്പര്യത്തോടെ SNDP-യും സമുദായാചാര്യ മന്നത്ത് പത്മനാഭൻ്റെ പാരമ്പര്യത്തോടെ NSS-ഉം ഒക്കെ കേരള സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ ജീവിതത്തിലും ആരോഗ്യ മേഖലയിലുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അവരൊന്നിക്കുന്നതിനകത്ത് നമുക്ക് എന്താ പ്രശ്നം?
അല്ല അവര് യോജിക്കുന്നത് നല്ലതല്ലേ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, അവര് യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ ഞാൻ പറഞ്ഞേ. അല്ല, അത് അവരോട് ചോദിക്കണം. യുഡിഎഫിനെ ഒറ്റക്കെട്ടായിട്ടല്ല അവർ എതിർക്കുന്നത്, ഒരൊറ്റ നേതാവിനെയാണ്. താങ്കൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് NSS. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാട് എന്നും വളരെ വ്യക്തമാണ്. ഞാൻ എന്നും മതേതര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുമുണ്ട്, ഇണങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ചരിത്രം അതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം എന്താണ്? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന ഭീതി, ദുരന്തം, അതിൽ നിന്നെല്ലാം കേരളത്തെ മോചിപ്പിക്കുക. ഇന്ന് വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ CPM നടത്തുന്ന, മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയും. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടിയുമായിട്ട് തന്നെ ജനങ്ങൾ മുന്നോട്ട് പോകും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല, അതൊന്നും ഞാൻ പറയേണ്ട കാര്യവുമില്ല. ഞാൻ ഒരു കാര്യം പറയാം. വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി പ്രശ്നങ്ങൾ കലുഷിതമാക്കേണ്ട സമയമൊന്നും അല്ലല്ലോ. ഇന്നിത് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? കേരളത്തെ മോചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അല്ല, ഐക്യം അവർ രണ്ട് സംഘടനകൾക്കും ഗുണം ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നമ്മളെന്തിനാ അതിനെ എതിർക്കുന്നത്? അത് ഞാൻ പറയട്ടെ, അവർ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നത് നമ്മളെന്തിനാ എതിർക്കുന്നത്? ആരാ? അത് ആരെങ്കിലും എന്നെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ എല്ലാ മതസംഘടനകളെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസിന് എന്നുള്ളത്. അത് ഇവിടെ മാത്രമല്ല, ദേശീയ തലത്തിലും ഒരു ഇൻക്ലൂസീവായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത്. ഒരു ഇപ്പം ഞാനും ഉമ്മൻചാണ്ടിയും നേതൃത്വം കൊടുത്ത കാലത്ത് ഞങ്ങളെയൊക്കെ അവർ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എത്രയോ കാലഘട്ടം എന്നോട് 9 വർഷം NSS അകന്നു നിന്നിട്ടുണ്ട്, SNDP അകന്നു നിന്നിട്ടുണ്ട്. അതൊക്കെ അവർ, പക്ഷെ നമ്മളുടെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഒരു കാര്യം കൂടി, അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ്. അത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും KPMS പോലുള്ള സംഘടനകൾ, എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്നത്. അതാണ് ഒരു മിനിറ്റ്, അതാണ് ഇൻക്ലൂസീവായ സമീപനം എന്ന ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു നയം. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. NSS ജനറൽ സെക്രട്ടറി തുടർച്ചയായിട്ട് VD സതീശനെ വിമർശിക്കുന്നത് താങ്കൾക്ക് വേണ്ടിയാണെന്നൊരു വിമർശനം വലിയ തോതിൽ ഉയരുന്നുണ്ട്. താങ്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താങ്കളെ ഉയർത്തി കാണിക്കാനാണ് എന്നതടക്കമല്ല. അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ സുകുമാരൻ നായർ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുമോ? അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, എന്നോട് ചോദിക്കണം. 9 വർഷം ഞാനും അദ്ദേഹമായിട്ട് പിണങ്ങി നിന്നപ്പോൾ നിങ്ങളെ ആരും കണ്ടില്ലല്ലോ, ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.